ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ്. നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞ് നേരെ പോയത് വാഴച്ചാൽ വാട്ടർഫോൾസിലേക്കാണ്. ഒരു 15 മിനിറ്റ് നേരം സെയിം റോഡിലൂടെ നമുക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വാഴച്ചാൽ എത്തും. അതിനിടയ്ക്ക് റോഡ് സൈഡിൽ തന്നെ ചാർപ്പ വെള്ളച്ചാട്ടമുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് റോഡ് സൈഡിൽ നിന്നിട്ട് തന്നെ നമുക്ക് വ്യൂ ആസ്വദിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് കാർട്ടിലിടാം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ എത്തി. അതിരപ്പള്ളി വാട്ടർഫോൾസിൽ യൂസ് ചെയ്ത സെയിം ടിക്കറ്റ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും പിന്നെ വിസിറ്റേഴ്സിന് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചസൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ലൊരു വെതറാണ് കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹെർബൽ ഗാർഡനിലേക്കാണ്. അകത്തേക്ക് കയറാൻ സാധിച്ചില്ല, കാട് പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ പുറത്ത് നിന്നിട്ട് തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ തൊട്ടരികത്തെത്തി. അതിരപ്പള്ളി വാട്ടർഫോൾസിനുള്ള രൂപമല്ല ഈ വാഴച്ചാൽ വാട്ടർഫോൾസിനുള്ളത്. അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ വെള്ളം അങ്ങനെ ഒഴുകി വന്ന് ഒരുപാട് താഴേക്ക് കുത്തനെ വെള്ളം പതിച്ച് ഒരു രൗദ്രഭാവത്തിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് അവിടെ കാണാൻ സാധിക്കുക. എന്നാൽ വാഴച്ചാൽ ഒരു ചെറിയ ഒരു ചെരുവിൽ ഒരുപാട് പാറക്കെട്ടുകളിൽ വെള്ളം തട്ടി തട്ടി പാല് പോലെ ഒഴുകുന്ന ഒരു ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു നടപ്പാതയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലൂടെ മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലം കണ്ടു. ഇവിടെ ഒരുപാട് സിംഹവാലം കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റോർ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. അവിടെ ഇരിക്കാനായിട്ടുള്ള ബെഞ്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുഴയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് താമസിക്കുന്നവർ പുഴയിൽ നിന്നിട്ട് വെള്ളം മോട്ടർ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നതും കണ്ടു കേട്ടോ. ഈ വാക്ക് വേ കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കയറി വന്നപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ, അത് മലക്കപ്പാറ ഫോറസ്റ്റിലേക്കുള്ള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഒരു 45 കിലോമീറ്ററും കൂടെ ആ ഫോറസ്റ്റ് കടക്കുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാട് എത്താം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് കയറി നിന്നു. കുറേ നേരം മഴ പെയ്യുന്നത് നോക്കി അങ്ങനെ നിന്നു. പിന്നെ നേരെ പോയത് തുമ്പൂർ മൊഴിയിലേക്കാണ്. അവിടുത്തെ യാത്രാവിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ നൗ.